ഹലോ വൈബൻസേ, അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാന്താര 2 അതിനെ പറ്റിയാണ്. അപ്പം വീഡിയോയിലോട്ട് പോവാം. അപ്പം ആദ്യമേ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് ആക്ടർ ഋഷഭ് ഷെട്ടി. ഒരു രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ചതെന്ന് പറയുന്നത് മാത്രമല്ല, പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്തേക്കുന്നതും ഭയങ്കര രസമായിട്ടാണ് ഒരു സീൻ ബൈ സീൻ ചെയ്തേക്കുന്നത്. അതിപ്പം മ്യൂസിക് ആയിരുന്നാലും VFX എഫക്റ്റ് ആയിരുന്നാലും, ഇപ്പം കാന്താര 1ൽ നിന്നും എങ്ങനെ കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ നല്ല ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു കാന്താര 2 എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഇത്. ഭയങ്കര രസമാണ്. VFX എന്ന് പറയുമ്പം നമ്മളിപ്പം ഹോളിവുഡ് ലെവലൊക്കെ നമ്മൾ ചിന്തിച്ച് പോകുന്ന ടൈപ്പിലാണ് നമ്മൾ VFX ഒക്കെ ചെയ്തേക്കുന്നത്. VFX ഒരു രീതിയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങളെ പോലെ വന്ന് ബോറടിപ്പിക്കാണ്ട് ഭയങ്കര രസമായിട്ടാണ് ഈ VFXും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ ഈ മാർക്കറ്റൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന ഒരു ചെറിയ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫിസിക്കലി ഫ്രെയിമിൽ ചെയ്തിട്ടുണ്ടെങ്കിലും VFX ആഡ് ചെയ്യാണ്ടും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു പറയേണ്ട ഒരിതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവിടെയൊക്കെയാണോ ഈ പ്രൊഡക്ഷൻ ഇതായിരുന്നാലും എവിടെയൊക്കെ പൈസ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം, കൃത്യമായിട്ട് യൂസ് ചെയ്ത് അതിനെ എങ്ങനെ നല്ലൊരു ഔട്ട്കം കൊണ്ടെത്തി ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കാവുന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഈ കാന്താര 2 വേണമെങ്കിൽ നമുക്ക് പറയാം. ഫസ്റ്റിൽ നമ്മൾ കണ്ടതിൻ്റെ ഒരു എന്താ പറയേണ്ട ക്ലാരിറ്റി വെർഷനായിട്ടാണ് നമുക്ക് ഇത് കാണേണ്ടത്. അപ്പം ഇത് മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന തിയേറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോൾബി അറ്റ്മോസ് ആയിട്ടുള്ള തിയേറ്ററിൽ കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുക. കാരണം ചിലപ്പോൾ ഫോണിലോ OTTയിൽ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. സോ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. എനിക്ക് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് എഫക്ട്സ്, ആ ഒരു VFX, പിന്നെ എവിടേക്കാണോ കാര്യങ്ങൾ പ്ലേസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലേസ് ചെയ്യേണ്ട ഒരു തന്നെയാണ്. പിന്നെ ഈ ജയറാമിൻ്റെയൊക്കെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു കോമാളിത്തരം കാണിച്ചിട്ട് വെറുതെ വിട്ട് കളയുന്ന പോലത്തെയാണ് ഒരു ടൈപ്പ് ഓഫ് തോന്നിയത്. പക്ഷേ ആ സൈക്കോട്ടിക് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ഇതൊക്കെ നല്ല രീതിയിൽ മൂവിയിൽ പ്ലേസ് ആക്കിയിട്ടുണ്ട്. നല്ലപോലെ അത് നല്ലതായിട്ട് നമുക്ക് ഒരു എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. പിന്നെ ഈ ഫസ്റ്റിൽ വരുന്നത് പോലെ ഇപ്പം ഋഷഭ് ഷെട്ടി ഹീറോയുടെ ദേഹത്തെ ഗുളികൻ വരുന്നതാണല്ലോ മെയിനായിട്ട് നമ്മളെ ഈ ലാസ്റ്റ് വരുന്നത്. ആ ഒരു സീൻ വരെ ഇപ്പം ഈ ഹൾക്കൊക്കെ ഇപ്പം സാധാരണ അത് വരുമ്പം ഹൾക്ക് പോലെയൊക്കെ എടുത്ത് 3-4 പേരെ എടുത്തിട്ട് അടിക്കുന്ന പോലത്തെയൊക്കെ ഉണ്ടെങ്കിലും, പക്ഷെ അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ നമുക്ക് അത് കാണാൻ പറ്റുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് അതുപോലും എടുത്തേക്കുന്നത്. ഇപ്പം ആ ഒരു ഫൈറ്റ് സീൻ എഫക്ട്സ് ആയിരുന്നാലും, പിന്നെ ഈ ഉൽക്ക വീഴുന്ന പോലത്തെ അങ്ങനത്തെ കുറേ സീൻസും കാര്യങ്ങളും ഞാൻ പിന്നെ സ്പോയിലറൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഓരോ സീനായിരുന്നാൽ പോലും നല്ല രീതിയിൽ അത് എങ്ങനെ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ടത് അതിൻ്റെ ഡയറക്ഷൻ ആൻഡ് അതിൻ്റെ മ്യൂസിക് നല്ല രീതിയിൽ എല്ലായിടത്തും വർക്കൗട്ട് ആയിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ഈ മൂവിയിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ആ സൗണ്ട് എഫക്ട്സ് ഇപ്പം ഓരോ ചെറിയ ഒരു മൈന്യൂട്ട് സീൻസിൽ പോലും അതിനെ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു മ്യൂസിക് കണ്ടൻസ് ഒക്കെ ഭയങ്കരമായിട്ട് നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പം അതും എടുത്തു പറയേണ്ട ഒരു രീതിയാണ്. പിന്നെ നമുക്ക് ഈ ഫസ്റ്റ് കണ്ടിട്ട് ഈ സെക്കൻഡ് വരുമ്പം ഈ ഇത് മീൻസ് ആക്ഷൻസ് മാത്രമുള്ള അങ്ങനത്തെ ഒരു മൂവിയാണോ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. എവിടേക്കാണോ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഒരു പവർ പാക്ഡ് ആയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നമുക്ക് ഈ മൂവി കണ്ടിറങ്ങുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. സോ അതായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് തോന്നിയത്. സോ നമുക്കിത് ഇപ്പം ടിൽ ദ ഡേറ്റ് വരെ ഈ ഒരു VFX ഇതായിരുന്നാലും ഞാൻ വേറെ ഒരു മൂവിയിലും കാണാത്ത രീതിയിലുള്ള ഒരു VFX വർക്ക്സൊക്കെയാണ് ഇതിൽ കണ്ടിരിക്കുന്നത്. അപ്പം ഇത് അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള VFX ഒക്കെ അതിൽ നല്ലപോലെ വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ അത് അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഓഡിയൻസിനും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ നല്ല രീതിയിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു മൂവിയാണ്. പിന്നെ ഒരു രീതിയിലും ഒരു സീനായിരുന്നാലും നമ്മളെ ബോറടിപ്പിക്കാണ്ടോ അല്ലെങ്കിൽ ലാഗ് ഫീൽ ചെയ്യിക്കാനോ ഒരു രീതിയിലും മൂവി കൊണ്ട് പോകുന്നില്ല.
സീൻ ബൈ സീൻ നമ്മളെ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആക്കുന്ന രീതിയിൽ തന്നെയാണ് സീൻ ഡെവലപ്മെൻറ്റ് മൂവീസൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സീൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് നല്ല പവർ പാക്ഡ് ആയിട്ടുള്ള നല്ലൊരു മൂവി നമുക്ക് കണ്ടിറങ്ങിയ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. സോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ എല്ലാവരും ശ്രമിക്കുക. നല്ലൊരു മൂവിയാണ്. സോ അത്രേ പറയാനുള്ളൂ.